മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു ചികിത്സാ രീതിയാണ് കർക്കിടക ചികിത്സ. കേരളത്തിലെ ആയുർവേദ വൈദ്യന്മാർ വളരെ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് കർക്കിടക ചികിത്സ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാള മാസങ്ങളിൽ ഒന്നാണ് കർക്കിടകം. ഇത് ജൂലൈ മാസത്തിന്റെ അവസാനത്തെ 10-15 ദിവസവും ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യ 10-15 ദിവസവും ഉൾപ്പെടുന്നതാണ്. ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള സഞ്ചാരപഥമനുസരിച്ച് ഒരു വർഷത്തെ ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇതിൽ ശിശിരം, വസന്തം, ഗ്രീഷ്മം എന്നീ 3 ഋതുക്കൾ ഉൾപ്പെടുന്നതാണ് ഉത്തരായനകാലം. വർഷം, ശരത്ത്, ഹേമന്തം എന്നീ 3 ഋതുക്കൾ ഉൾപ്പെടുന്നതാണ് ദക്ഷിണായനകാലം. ഈ 2 അയനകാലങ്ങളുടെയും അയനസന്ധിയിൽ വരുന്നതാണ് കർക്കിടക മാസം. എന്നാൽ ദക്ഷിണായന കാലത്ത് ശരീരബലം ക്രമേണ കൂടി വരുന്നു. കർക്കിടക മാസത്തിൽ ഒരു വ്യക്തിയുടെ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും കുറയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കർക്കിടക മാസം പല വിധത്തിലുള്ള പകർച്ചവ്യാധികളുടെ കാലമാണ്. പല വിധത്തിലുള്ള പനികൾ കൂടാതെ അസ്ഥി സംബന്ധമായ പിടുത്തം, തരിപ്പ്, വേദന എന്നിവയെല്ലാം കൂടുതലായി കാണപ്പെടുന്നു. കൂടാതെ ശ്വാസ സംബന്ധമായ രോഗങ്ങളും ഈ കാലഘട്ടത്തിൽ കൂടുതലായി കാണപ്പെടുന്നു. അതിനാൽ ഓരോ വ്യക്തിക്കും അവരുടെ ആവശ്യകതയനുസരിച്ച് യഥാക്രമം ക്രിയാക്രമം തിരഞ്ഞെടുത്ത് ദേഹശുദ്ധി വരുത്തിയ ശേഷം രസായന ഔഷധം സ്വീകരിക്കുവാൻ ആയുർവേദം അനുശാസിക്കുന്നു. ഇത് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയും ശരീരബലവും വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുന്നു. ഇനി രോഗമില്ലാത്തൊരു വ്യക്തിക്കാകട്ടെ ഇത് കൂടുതൽ ഉന്മേഷവും ഊർജവും നൽകുന്നതിന് സഹായകമാകുന്നു. അതിനാൽ പകർച്ചവ്യാധികളുടെ കാലഘട്ടമായ ഈ കർക്കിടക മാസത്തിൽ ആയുർവേദത്തിനോടൊപ്പം ആരോഗ്യപൂർണ്ണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.